ഇസ്രായേലിന്റെ വടക്ക് കിഴക്കായി ജോർദാൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് ഗലിലി കടൽ. കടൽ എന്നാണ് പേരെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു തടാകമാണ്. ബൈബിളിലെ പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയാണ് അല്ലെങ്കിൽ വേദിയാണ് ഗലിലി കടൽ. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ കണ്ടെത്തിയത് ഗലിലി കടലിന്റെ പ്രദേശത്തു നിന്നാണ്, പ്രത്യേകിച്ചും അന്ത്രയോസിനെയും ശിമോൻ പത്രോസിനെയും. കടലിൽ വലയിട്ടുകൊണ്ടിരുന്ന ഇവർ രണ്ടുമാണ് യേശുക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യന്മാർ. പിന്നീട് പല സന്ദർഭങ്ങളിലായി യേശുക്രിസ്തു കൊടുങ്കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തമാക്കി എന്ന് പറയുന്ന സംഭവവും കടലിന് മീതെ നടന്നു എന്ന് പറയുന്ന സംഭവവും എല്ലാം അരങ്ങേറുന്നത് ഗലിലി കടലിൽ. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഗലിലി കടലിന്റെ ഒരു നിറം മാറ്റത്തെക്കുറിച്ച് വലിയ ആശങ്കകളും വാർത്തയും ഉണ്ടായി. ആകസ്മികമായി ഗലിലി കടലിന്റെ തീരത്തോട് ചേർന്ന മേഖലയെല്ലാം രക്തവർണ്ണമായി, ചുവന്ന നിറമായി. ധാരാളം വിനോദസഞ്ചാരികൾ വന്നിരുന്ന ഈ പ്രദേശത്ത് അതോടെ ആശങ്ക പരക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും ഇതിനു പിന്നിലെ ശാസ്ത്ര തത്വങ്ങളുമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൽഗൽ ബ്ലൂം എന്ന പ്രതിഭാസമാണ് ഗലിലി കടലിലുണ്ടായ ഈ നിറം മാറ്റത്തിന് കാരണം. കിന്നരേറ്റ് തടാകം എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലിലി കടൽ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിന്റെ വടക്കു കിഴക്കൻ ഭാഗത്താണ്. തെബരിയാസ് കടൽ എന്നൊരു പേരുകൂടി ഇതിനുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ, അതായത് സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് എന്ന് മാത്രമല്ല, ചാവുകടലിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ താഴ്ന്ന തടാകവുമാണ്. ജോർദാൻ റിഫ്റ്റ് വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന്റെ പ്രധാന ജലസ്രോതസ് വടക്കു നിന്നൊഴുകി വരുന്ന ജോർദാൻ നദിയാണ്. ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിലാണ് ഇത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതെങ്കിലും ജോർദാൻ, സിറിയ, ലെബനോൻ എന്നീ രാജ്യങ്ങളും ഈ തടാകത്തിന്റെ നീർത്തടത്തിന്റെ ഭാഗങ്ങളാണ്. ഈ അടുത്തിടയിൽ ഗലിലി കടലിലുണ്ടായ ചുവപ്പ് നിറത്തിന് കാരണം ഒരു ആൽഗയാണ്. ബോട്രിയോകോക്കസ് ബ്രൗണി എന്നു പേരുള്ള ഒരു ആൽഗ. യഥാർത്ഥത്തിൽ ഈ ആൽഗകൾ ഗ്രീൻ ആൽഗയിൽ അഥവാ പച്ച നിറമുള്ള ആൽഗയിൽ പെടുന്ന കൂട്ടരാണ്. എന്നാൽ ശക്തമായ സൂര്യപ്രകാശവും ഉയർന്ന താപനിലയും കൂടുമ്പോൾ ഇവ ഒരുതരം ചുവപ്പ് നിറത്തിലുള്ള പിഗ്മെന്റ്, കെരോട്ടനോയിഡ് പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കും. ഈ പിഗ്മെന്റ് ആൽഗയുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോൾ തടാകത്തിലെ ജലം ചുവപ്പ് നിറത്തിൽ കാണപ്പെടാൻ തുടങ്ങും. കടലിൽ കാണപ്പെടുന്ന റെഡ് ടൈഡിന് സമാനമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ പ്രതിഭാസം. എന്നാൽ അങ്ങനെയല്ല. കാരണം റെഡ് ടൈഡ് സാധാരണയായി കടലിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിന് ആധാരമാവട്ടെ സയനോ ബാക്ടീരിയയും. ഗലിലി കടലിൽ ഈ ആൽഗകൾ വ്യാപകമായി വളരാനുള്ള കാരണം അമിതമായ പോഷകങ്ങളുടെ സാന്നിധ്യവും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. ജലാശയങ്ങളിൽ അമിതമായ അളവിൽ പോഷകങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനെ വിളിക്കുന്നതാണ് യൂട്രോഫിക്കേഷൻ. സമീപത്തെ കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവളങ്ങളും മറ്റ് മാലിന്യങ്ങളും തടാകത്തിൽ എത്തുന്നത് ആൽഗകൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. കൂടാതെ ഉയർന്ന താപനിലയും ശക്തമായ സൂര്യപ്രകാശവും ഈ പ്രതിഭാസത്തെ കൂടുതൽ രൂക്ഷമാക്കും. ഈ ആൽഗകൾ വിഷമുള്ളവയല്ല, അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യർക്ക് അപകടകരവുമല്ല. എന്നാൽ വളരെ വലിയ അളവിലുള്ള ആൽഗകളുടെ വളർച്ച തടാകത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം. ഉദാഹരണത്തിന്, ജലത്തിന്റെ ഉപരിതലത്തിൽ ആൽഗകൾ നിറഞ്ഞു നിൽക്കുന്നത് സൂര്യപ്രകാശം ജലത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തുന്നത് തടയുന്നു. ഇത് തടാകത്തിലെ സസ്യങ്ങളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. മറ്റൊരു പ്രശ്നം ഓക്സിജന്റെ അളവിൽ വരുന്ന കുറവാണ്. ആൽഗകൾ നശിക്കാൻ തുടങ്ങുമ്പോൾ അവയെ വിഘടിപ്പിക്കാൻ ബാക്ടീരിയകൾ വലിയ അളവിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നു. ഇതിനെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD എന്നാണ് പറയുന്നത്. ഇത് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കാൻ കാരണമാകുന്നു. അതായത് BOD ഉയർന്നു നിൽക്കുമ്പോൾ ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ കുറവായിരിക്കും. ഇത് ഹൈപ്പോക്സിയയ്ക്ക് കാരണമാകുന്നു. മത്സ്യങ്ങൾക്കും മറ്റ് ജലജീവികൾക്കും ഇത് ഭീഷണിയാണ്. ഇസ്രായേൽ ഗവൺമെന്റ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ തടാകത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. ഇസ്രായേലിലെ ഗലിലി കടലിൽ കാണപ്പെട്ട ഈ നിറം മാറ്റം ലോകത്തിൽ ആദ്യത്തെ സംഭവമല്ല. ലോകത്തിൽ പല സമുദ്രങ്ങൾ അടക്കം സൂക്ഷ്മജീവികളുടെ വളർച്ചയെ കൊണ്ട് നിറം മാറ്റം സംഭവിക്കുന്നതായി പഠനങ്ങളുണ്ട്. ശൂന്യാകാശത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭൂമിയുടെ ചിത്രങ്ങളിലെല്ലാം ഭൂമിയെ നമ്മൾ നീല നിറത്തിലാണ് കാണുന്നത്. കടലിന്റെ നമ്മൾ കാണുമ്പോൾ അതിലെ ജലത്തിന് നീല നിറമാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കടലിൽ വീഴുന്ന പ്രകാശകിരണത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നാണ് ശാസ്ത്രീയമായ പഠനം. എന്നാൽ ചില വർഷങ്ങളായി സമുദ്രത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അവരുടെ നിരന്തരമായ പഠനത്തിന്റെ ഫലമായിട്ട്, നിരീക്ഷണത്തിന്റെ ഫലമായിട്ട് കടലിന്റെ നിറം നീലയിൽ നിന്നും പച്ചയായി മാറുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നിറം മാറ്റം അത്ര സാധാരണമല്ല, അല്ലെങ്കിൽ അസാധാരണമാണ്, അല്പം ആശങ്കപ്പെടേണ്ടതാണ് എന്നാണ് ഗവേഷകർ പൊതുവെ പറയുന്നത്. ഭൂഗോളത്തിന്റെ മുക്കാൽ ഭാഗത്തോളവും സമുദ്രമാണ്. വിഖ്യാതമായി അറിയപ്പെടുന്ന കടലിന്റെ നീലനിറം ഇപ്പോൾ മാറുന്നതായി പഠനങ്ങൾ പറയുന്നു. എങ്ങനെയാണ് കടലിന്റെ നീലനിറം കിട്ടുന്നതെന്ന് നോക്കാം. സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തരംഗദൈർഘ്യത്തിന്റെ, അതായത് വേവ് ലെങ്തിനെ അടിസ്ഥാനപ്പെടുത്തി വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നാണ് ഇവ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വിബ്ജിയോർ എന്ന് അറിയപ്പെടും. പ്രകാശം കടലിനടിയിലേക്ക് ഏതാണ്ട് 600 അടി വരെ, ഏകദേശം 182 മീറ്റർ ആഴത്തിൽ എത്തും. ഈ ആഴത്തിൽ താഴേക്ക് പിന്നീട് വെളിച്ചം കുറഞ്ഞ് 1000 മീറ്റർ മുതൽ കനത്ത അന്ധകാരവുമാണ്. ആദ്യം പറഞ്ഞ 182 മീറ്റർ ആഴത്തിനുള്ളിൽ വെച്ച് തന്നെ ജലതന്മാത്രകൾ നീല നിറം ഒഴികെയുള്ള
തരംഗങ്ങളെ ആഗിരണം ചെയ്യുകയും അതിൻ്റെ ഫലമായി നീലനിറം മാത്രം പ്രതിഫലിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് കടൽ ജലം നീലനിറത്തിൽ കാണപ്പെടാൻ കാരണം. ഇതുകൂടാതെ ജലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികളും വെള്ളത്തിൻ്റെ നിറത്തിന് കാരണം ആവുന്നുണ്ട്. പ്ലാങ്ക്ടണുകൾ ആണ് ഈ ജീവജാലങ്ങൾ. ഫൈറ്റോ പ്ലാങ്ക്ടണുകളിൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് അവ പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ കടൽ ജലത്തിൽ പ്ലാങ്ക്ടണുകൾ അധികമായി വളരുന്നത് ജലം പച്ച നിറത്തിൽ കാണാൻ ഇടയാകും എന്ന് ചുരുക്കം. കടലിൽ ആയിരക്കണക്കിന് സ്പീഷീസ് ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ ഉണ്ടെന്ന് ഓർക്കണം. ഉഷ്ണജലത്തിലും ശീതജലത്തിലും വളരാനായി ഇവ സ്വയം പര്യാപ്തവുമാണ്. കടൽ ജലത്തിന് ചൂട് കൂടുന്നതോ കുറയുന്നതോ അനുസരിച്ച് ഇവയിൽ ചിലത് നശിക്കാം, ചിലവ കൂടുതൽ വേഗത്തിൽ വളരാം, ഇനി ചിലപ്പോൾ കടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ നിലനിർത്തുന്നതിനും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നതിനും പ്ലാങ്ക്ടണുകൾ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയിൽ കിട്ടുന്നതിൽ ഏകദേശം 60% ഓക്സിജൻ പ്ലാങ്ക്ടണുകളുടെ സംഭാവനയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും വിസ്തൃതമായ കാർബൺ സിങ്ക്, അതായത് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്ന സിസ്റ്റം സമുദ്രങ്ങളാണ്. അതിന് കാരണവും ഫൈറ്റോ പ്ലാങ്ക്ടണുകളാണ്. എന്നാൽ കഴിഞ്ഞ 20 വർഷക്കാലത്തെ സാറ്റലൈറ്റ് ഡാറ്റ പഠനങ്ങൾ കാണിക്കുന്നത് ലോക സമുദ്രങ്ങളിൽ 56% നീല നിറത്തിൽ നിന്നും പച്ചയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ്. ഈ മാറ്റം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇക്വേറ്റർ ഭാഗത്താണ്, അതായത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. നാസയുടെ മോഡിസ് അക്വ സാറ്റലൈറ്റ് പഠനം വെളിവാക്കുന്നത് ഭൂമിയിലെ കരഭാഗത്തേക്കാൾ വിസ്തൃതിയുണ്ട് കടലിന്റെ നിറം മാറ്റം വന്ന ഭാഗത്തിന് എന്നാണ്. ഗവേഷകർ പറയുന്നത് സൂക്ഷ്മമായ ഈ നിറം മാറ്റത്തിന് പിന്നിൽ ആഗോളതലത്തിൽ ഉള്ള കാലാവസ്ഥാ വ്യതിയാനം ആണെന്നാണ്. സതാംപ്ടൺ നാഷണൽ ജിയോഗ്രാഫി സെന്ററിലെ ഗവേഷകൻ ബി കൈൽ പറയുന്നത് ഈ നിറം മാറ്റം കാലാവസ്ഥാ വ്യതിയാനം മൂലം പരിസ്ഥിതിക്കുണ്ടാവുന്ന മാറ്റത്തിന്റെ സൂചനയാണ് എന്നാണ്. ഈ നിറം മാറ്റം എന്ത് കാരണത്താൽ എന്ന് കൃത്യമായ സ്ഥിരീകരണം ഇതുവരെയില്ല. ഫൈറ്റോ പ്ലാങ്ക്ടണുകളുടെ അതിവേഗത്തിലുള്ള വ്യാപനമാകാം ഇതിന് പിന്നിൽ എന്ന് അനുമാനിക്കപ്പെടുന്നു. ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സമുദ്ര ഗവേഷകയുമായ കെൽസി ബിസൺ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം സമുദ്രത്തിലെ സൂക്ഷ്മജീവികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ്. ചുവപ്പ്, പച്ച മുതലായ നിറങ്ങളിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടണുകളുടെയും സൂ പ്ലാങ്ക്ടണുകളുടെയും അമിത വ്യാപനമാവാം കാരണമെന്ന് ഗവേഷകർ കരുതുന്നു. ചെറിയ അളവിൽ ഉള്ള നിറം മാറ്റം അത്ര കാര്യമാക്കേണ്ടതില്ലെങ്കിലും ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് അസ്വാഭാവികമായ ഒന്നാണ് എന്ന കാര്യത്തിൽ ഗവേഷകർക്കിടയിൽ തർക്കമില്ല. ഫൈറ്റോ പ്ലാങ്ക്ടണുകളുടെ ഈ അമിത വ്യാപനം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഗവേഷകർ പറയുന്നു. ഇതേ രീതിയിൽ തന്നെ ഈ വ്യാപനം മുന്നോട്ട് പോകുന്നത് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ദോഷകരമാണ് എന്നവർ കരുതുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ പുറന്തള്ളൽ വളരെ കൂടുതൽ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ അവരുടെ ആശങ്ക ഇതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നത് ആഗോള താപനത്തിനും അതുവഴി കാലാവസ്ഥാ മാറ്റത്തിനും കാരണമാകുമെന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. നമുക്ക് കടലിന്റെ നിറമാറ്റം എന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന ഈ പ്രതിഭാസം ഭൂമിയുടെ ഇതര ഭാഗങ്ങളിലേക്ക്, അതായത് ടെമ്പറേറ്റ് റീജിയനിലേക്കും വ്യാപിക്കുന്നുണ്ടോ എന്ന് ഗവേഷകർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിന്റെ ഈ നിറമാറ്റത്തെക്കുറിച്ചും അതിന്റെ പരിണിതഫലത്തെക്കുറിച്ചും ഇപ്പോൾ കൃത്യമായി ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. ചില ഗവേഷകരുടെ അഭിപ്രായപ്രകാരം ഇനിയും ധാരാളം വർഷത്തെ നിരന്തരമായ പഠനത്തിലൂടെ മാത്രമേ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം വെളിവാകാൻ കഴിയുകയുള്ളൂ എന്നും പറയുന്നു. കെൽസി ബിസൺ പറയുന്നത് ഇപ്പോൾ വെളിവായിരിക്കുന്ന ഈ പഠനം സമുദ്ര പരീക്ഷണത്തിന്റെ പുതിയ മേഖലകൾ തുറക്കുമെന്നാണ്. അതുവഴി സമുദ്രത്തിന്റെയും ഭൂമിയിലെ മറ്റ് ആവാസ വ്യവസ്ഥകളുടെയും മെച്ചമായ പരിപാലനം സാധ്യമാകുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.